ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയം ചിന്തയ്ക്കായി എടുത്ത വേദഭാഗം യെശയ്യാ പ്രവചനം 58 1 വാക്യം. ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്. യെശയ്യാ പ്രവാചകനോട് പറയുകയാണ്, ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്. നമ്മുടെ വിഷയത്തിന് നടുവിൽ നാം മൗനമായിരിക്കാതെ നാം ദൈവത്തോട് ഉറക്കെ വിളിക്കുകയാണെങ്കിൽ, ദൈവത്തോട് അപേക്ഷിക്കുകയാണെങ്കിൽ, കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. സ്തോത്രം. മർക്കോസ് എഴുതിയ സുവിശേഷം 10 വാക്യം വായിക്കുമ്പോൾ അവിടെയും കാണുന്നത്, സ്തോത്രം, ഭർത്യമായി ഉറക്കെ ദൈവത്തോട് നിലവിളിച്ചു. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ വിളിച്ചു. കൂടെ ഉണ്ടായിരുന്ന പലരും പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് അവനെ ശാസിക്കുമ്പോഴും ആമേൻ ഭർത്യമായിരെ ആവശ്യം എന്തായിരുന്നു? എൻ്റെ ഹൃദയ നുറുക്കത്തോടെ ഉറക്കെ വിളിച്ചു. കാരണം ആവശ്യത്തിന് നടുവിൽ എന്താണോ തൻ്റെ ആവശ്യം, ആ ആവശ്യത്തിന് നടുവിൽ മൗനമായിരിക്കാതെ ഉറക്കെ വിളിച്ചതുകൊണ്ട് യേശു അവിടെ നിന്നു. തൻ്റെ ആവശ്യം എന്താണോ ആ ആവശ്യം പരിഹരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ വിഷയത്തിന് നടുവിൽ എൻ്റെ ആവശ്യം എത്രമാത്രം വലുതായിരുന്നു, അത് അത്രമാത്രം ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് കർത്താവ് അവിടെ മറുപടി കൊടുത്തു, കണ്ണിന് കാഴ്ച കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നത് വരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അപേക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന കർത്താവാണ്. സ്തോത്രം. അതുകൊണ്ട് നാം അധൈര്യപ്പെട്ടു പോകാതെ നാം പ്രാർത്ഥനയിൽ മറുപടി ലഭിക്കുവോളം കർത്താവിനോട് നാം അപേക്ഷിച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന കർത്താവാണ്. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.